നരേന്ദ്രമോദി വാരാണസിയിൽ മൂന്നാമതും നാമനിർദ്ദേശ പത്രിക നൽകി. ഹാട്രിക് വിജയം തേടിയുള്ള നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വം ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ നിർണായകമാണ്. ജൂൺ 13 സത്യപ്രതിജ്ഞ ചെയ്ത് ഇറ്റലിയിലേക്ക് G7 ഉച്ചകോടിക്കായി പറക്കുമെന്ന് നരേന്ദ്രമോദി ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹാട്രിക് ഉണ്ടോ നരേന്ദ്രമോദിക്ക്? അഡ്വക്കേറ്റ് കെ പി നൌഷാദ് അലി കോൺഗ്രസ്, ഒപ്പം തന്നെ KVS ഹരിദാസ് BJP, അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ KVS ഹരിദാസ്, 13-ാം തീയതിയാണോ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്? അല്ല നികേഷ്, ഒരു സംശയം വേണ്ട. 400-ലേറെ സീറ്റുമായിട്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇന്ന് അമിത്ഷാ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 380 സീറ്റിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 270 എണ്ണം NDA BJP ജയിക്കും എന്നാണ്. 380-ല് 270 എണ്ണം ഇതിനകം ജയിക്കും എന്നുള്ള ബോധ്യം, ഉറപ്പ് BJPക്ക് ഉണ്ട് എന്നാണ്. അതായത് ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുന്ന സ്ഥിതിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം എത്തിക്കഴിഞ്ഞു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇത് അമിത്ഷാ പറയുന്നത് മാത്രമല്ല. ഇന്നലത്തെ ഇന്ത്യ ടുഡേയുടെ ചാനലിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ, ഇന്ത്യയിലെ മറ്റു ചില മാധ്യമങ്ങളൊക്കെ ചില നാറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. ഇന്നലെ ഇന്ത്യ ടുഡേയിൽ രാജീവ് സർദേശായിയുടെ പതിവ് പ്രോഗ്രാമിൽ പ്രദീപ് ഗുപ്ത, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സഫോളജിസ്റ്റുകളിൽ ഒരാളാണ്, ആക്സിസ് മൈ ഇന്ത്യയുടെ തലവനാണ്. അദ്ദേഹം വന്ന് പറഞ്ഞത് എന്താ? അദ്ദേഹം അതിനു മുമ്പ് ഐതക് ചാനലിലും ഇതേപോലെ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. പ്രദീപ് ഗുപ്ത പറഞ്ഞത് 2019-ലെ തെരഞ്ഞെടുപ്പ് ഞാൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചതാണ്. അതിൽ നിന്ന് ഭിന്നമായ ഒരു സാഹചര്യവും 2024-ൽ കാണുന്നില്ല. നികേഷുകാർ ഒരു കാര്യം കൂടി ഓർക്കണം. 2019-ലെ തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത ഏജൻസിയാണ് ആക്സിസ് മൈ ഇന്ത്യ. ഏതാണ്ട് 99% കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത ഏജൻസിയാണ്. അദ്ദേഹമാണ് പറയുന്നത് 2019-ൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യയിൽ കാണുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രദീപ് ഗുപ്തയോ അല്ലെങ്കിൽ ആക്സിസ് മൈ ഇന്ത്യയോ കൃത്യമായി പ്രവചിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ രാജ്ദീപ് സർദേശായിയുടെ ഷോയിൽ അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിപരമായി പ്രദീപ് ഗുപ്തയുടെ അഭിപ്രായമായിട്ടല്ലേ അതിനെ കാണാനാകൂ. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് റിസർച്ച് നടത്താൻ പറ്റില്ലല്ലോ, ഈ സമയത്ത് നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലല്ലോ, ഈ സമയത്ത് നിങ്ങൾക്ക് സർവേ നടത്താൻ പറ്റില്ലല്ലോ. അല്ല നികേഷേ, എക്സിറ്റ് പോളോ സർവേയുടെ കാര്യമല്ല. എക്സിറ്റ് പോളും സർവേയും അവർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആ ചാനലിൽ വന്ന് പറഞ്ഞത് ഫിഗേഴ്സ് സംബന്ധിച്ച് ഞാനൊന്നും പറയില്ല. ഇലക്ഷൻ കമ്മീഷണർ ഡയറക്റ്റീവ് ഉണ്ട്, ഐ കനോട്ട് സ്പീക്ക് ഓൺ ദാറ്റ്. പക്ഷെ ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് അതൊരു വ്യക്തിയുടെ അഭിപ്രായം, ഒരു സിഫോളജിസ്റ്റിന്റെ അഭിപ്രായം എന്ന നിലയിലാണ് KVS ഹരിദാസ് അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, സത്താ മാർക്കറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ KVS? അല്ല ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ നികേഷ്. 2-3 ആളുടെ അഭിപ്രായം കൂടിയുണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ. നിങ്ങൾ ഏതായാലും ഒരു ഫേക്ക് നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ കുറെ നാളുകളായിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഫേക്ക് നറേറ്റീവ് ഒക്കെ സൃഷ്ടിച്ചിട്ട് എന്ത് കാര്യം? KVS ഹരിദാസ് ഇനി രാഷ്ട്രീയ ദുഷ്ടലാക്കുണ്ടെന്ന് ആരോപിച്ചാൽ പോലും അല്ല ഒരു കാര്യവുമില്ല എന്ന് അറിഞ്ഞിട്ടാണ് നിങ്ങളെ പോലുള്ളവർ ഇതൊക്കെ ചെയ്യുന്നത്. അല്ല നോക്കൂ, ഒരു കാര്യമില്ല എന്നറിഞ്ഞിട്ടാണ് ഞങ്ങളെ പോലുള്ളവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുന്നു KVS ഹരിദാസ്? നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ ശരിയാണ്, ഒരു പ്രദീപ് ഗുപ്ത വന്ന് പറഞ്ഞു 2019 വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഇല്ല. അല്ല, KVS പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, 2019-ൽ നിന്ന് വ്യത്യസ്തമായ ഒരു നറേറ്റീവ് ഇല്ല എന്നൊരു സിഫോളജിസ്റ്റ് അഭിപ്രായ പ്രകടനം നടത്തി. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ എവിടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടോ അതിലൊന്നാണ് സത്താ മാർക്കറ്റ്. സത്താ മാർക്കറ്റ് സാധാരണഗതിയിൽ അവരുടെ പ്രഡിക്ഷൻ വിജയിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ്. 275 മുതൽ 285 വരെ സീറ്റുകളാണ് NDAക്ക് ആകെ കിട്ടുക എന്നാണ് സത്താ മാർക്കറ്റ് പ്രവചിച്ചിട്ടുള്ളത്.
അല്ല അത് ആയിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നത് ഈ സാത്താ മാർക്കറ്റും അതുപോലെ അനവധി ആൾക്കാർ പലതും പല പ്രഡിക്ഷൻസും നടത്തുന്നുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ, ആ വിലയിരുത്തലിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന, അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ പുറത്ത് കേൾക്കുമ്പോൾ ഞാനത് നിങ്ങളുടെ സമക്ഷം വച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് അതിനെ കൗണ്ടർ ചെയ്യാനുള്ള അധികാരം അവകാശം ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ പ്രദീപ് ഭണ്ഡാരി മാത്രമല്ല, പ്രശാന്ത് കിഷോർ, ഇവരൊക്കെ പറയുന്നു. പ്രശാന്ത് കിഷോർ എന്നും BJP-യുടെ പിന്നാലെ നടക്കുന്ന അറിയാലോ. BJP തോൽപ്പിക്കാൻ വേണ്ടി ബംഗാളിലെ പണ്ട് അഭിപ്രായം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, എന്റെ മുന്നിലുള്ളൂ. അല്ല ഞാൻ ഇന്നിപ്പോ ഞാൻ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് താങ്കളുടെ മുമ്പിൽ വെക്കുന്നത്. ഇന്നത്തെ അഭിപ്രായങ്ങളാണ് ഇന്ന് പുറത്തു അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. ബാല്യം യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് ഇല്ല. 4 ഘട്ടം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 3 ഘട്ടം മാത്രമേ ഉള്ളൂ. നരേന്ദ്രമോദി വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുന്നു. ഉടനെ അദ്ദേഹം പറയാണ് 13-ാം തീയതി ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ G7 ഉച്ചകോടിക്ക് ഇറ്റലിയിലേക്ക് പറക്കും, കുറച്ച് ഷെഡ്യൂള് ബിസി ആയിരിക്കുമെന്ന്. അത്രയ്ക്കൊക്കെ ഒരു ആത്മവിശ്വാസത്തിനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ KVസിനോടൊന്ന് ഭംഗ്യന്തരേണ ചോദിച്ചുള്ളൂ തുടക്കത്തിൽ. അതെ നികേഷേ, ആ ആത്മവിശ്വാസം ഇന്ന് നരേന്ദ്രമോദിക്കുണ്ട്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന BJP-ക്കുണ്ട്, അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന NDA-ക്കുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിപ്പോ നരേന്ദ്രമോദിക്കുണ്ട്. ഇവിടെ പിന്നെ അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ വിശ്വസിച്ചിരുന്നത് അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നു, അവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP-ക്ക് ഇന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റമൊക്കെ മുൻനിർത്തിക്കൊണ്ട് KPS ഹരിദാസിനെ പോലുള്ള ആളുകൾ 10,000 പേരും ചക്കി കുത്തും, അമ്മ വെക്കും, ഞാൻ ഉണ്ണും എന്ന മട്ടിൽ ഇതൊക്കെ ഞങ്ങൾ ജയിക്കും എന്ന മട്ടിലൊരു വിശ്വാസം അവരിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊന്നും നമുക്ക് തർക്കവും എതിർപ്പൊന്നുമില്ല, അവർക്ക് അവരുടെ കാര്യമായി പാടായി. പക്ഷെ ഞാൻ വസ്തുതാപരമായിട്ട് നികേഷിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് കർണാടക, മഹാരാഷ്ട്ര, പിന്നെ ബംഗാൾ, ബീഹാർ, UP, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഹരിയാന, ഡൽഹി, ഹിമാചൽ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഇങ്ങനെ മുഴുവൻ സംസ്ഥാനങ്ങൾ നിങ്ങളെടുത്താൽ അവിടെയൊക്കെ BJP-ക്ക് NDA-ക്ക് താഴേക്കാണ് സീറ്റുകൾ വരിക. ഇതൊക്കെ വളരെ കൃത്യമായ ലളിതയുക്തിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എവിടെയെങ്കിലും NDA-ക്ക് സീറ്റുകൾ വർദ്ധിക്കുമെങ്കിൽ അത് വർദ്ധിക്കാൻ പോകുന്നത് ഒരു പക്ഷേ അത് ആന്ധ്രാപ്രദേശിലായിരിക്കും. കാരണം അവിടെ TDP ആയിട്ടും പവൻ കല്യാണമായിട്ടും സഖ്യം ചേർന്ന് BJP മത്സരിക്കുന്നുണ്ട്. അവിടെ ചില സീറ്റുകൾ വർദ്ധിക്കുമെന്ന് BJP-ക്കാരെ പറഞ്ഞാൽ അതിന് യുക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ തെലങ്കാനയിൽ നിലവിൽ BJP-ക്ക് 4 സീറ്റാണുള്ളത്. അവിടെ BRS പാടെ തകർന്നടിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഗുണഫലം 3/4 പങ്കും കോൺഗ്രസും ഒരുപടി BJP-യും കൊണ്ടുപോകുമ്പോൾ ആ 4 സീറ്റ് ഒരു 5 സീറ്റാവുമെന്ന് BJP-ക്കാർ പറഞ്ഞാൽ അതിലൊരു പക്ഷേ യുക്തിയുണ്ട് എന്ന് ഞാൻ പറയും. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനത്തിന്റെ വ്യക്തമായ സൂചനകളാണ് നമ്മുടെ ഉള്ളത്. അല്ല, ഒറീസയുണ്ട്, ആസാമുണ്ട്, പല സംസ്ഥാനങ്ങളും ഉണ്ട്. ഒറീസയൊന്നും വിട്ടുകളയുന്ന പ്രശ്നമില്ല. ഒറീസയിലെ ചരിത്രത്തിൽ അവിടെ ഇപ്പോ BJP-യും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അല്ല, ഞാൻ ഒറീസയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ അനാവശ്യമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചില്ലല്ലോ. കോൺഗ്രസ് വളരെ കൃത്യമായിട്ട് കർണാടകയിൽ മുന്നേറും, മഹാരാഷ്ട്രയിൽ മുന്നേറും, ബീഹാറിൽ മുന്നണിയുടെ ഗുണഫലം കോൺഗ്രസിന് കിട്ടും, രാജസ്ഥാനിൽ മുന്നേറും, ഹരിയാനയിൽ മുന്നേറും. അതേപോലെ തന്നെ പിന്നെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ ഉണർവും ഉയർച്ചയും ഉണ്ടാകും. തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ പ്രകടനം നിലനിർത്തും
ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടിവരയിട്ട് പറയും. അല്ലാതെ ഒറീസയിൽ മുന്നേറുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പഞ്ചാബ് എന്ന സംസ്ഥാനം എടുത്താൽ അവിടെയൊക്കെ ആദ്യമായിട്ട് മുന്നണി ബന്ധമില്ലാതെയാണ് BJP അതിൻ്റെ ചരിത്രത്തിൽ 1980-കളിൽ തൊട്ടുള്ള അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പഞ്ചാബിലൊക്കെ മത്സരിക്കുന്നത്. അവിടെയൊക്കെ അവർ തൂത്തുപറക്കി സൈഡ് ലൈൻ ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മാത്രമല്ല കേജ്രിവാളിൻ്റെ കടന്നുവരവ് അത് അവിടങ്ങളൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കുന്നുണ്ട്. സോറന് ജാമ്യം നിഷേധിച്ചത് അത് ആ സംസ്ഥാനത്ത് പവാറിനെയും ഉദ്ധവനെയും സൈഡ് ലൈൻ ചെയ്ത് ചിഹ്നവും കൊടിയും പേരും ഒക്കെ കവർന്നെടുത്ത് കൊണ്ടുപോയത് പിന്നെ മഹാരാഷ്ട്രയിൽ ഒക്കെ വലിയ ചലനങ്ങളും മുന്നേറ്റവും ഉണ്ടാക്കും. നിതീഷ് കുമാറിൻ്റെ അവസരവാദ നയങ്ങളും തേജസ്വിയുടെ ഉയർച്ചയും വളർച്ചയും ഒക്കെ അവിടെ ദൃശ്യമാണ് ഇവിടെ ബീഹാറിൽ. അതുപോലെ തന്നെ UP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ അഖിലേഷ് യാദവ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട്. പല ജനവിഭാഗങ്ങളും BJP-ക്ക് എതിരാണ്. കാരണം എല്ലാ കാലത്തും മനുഷ്യരെ വർഗീയമായിട്ട് ധ്രുവീകരിച്ച് പല തട്ടുകളിലായിട്ട് നിർത്താൻ കഴിയില്ല. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. പട്ടിണി, ദാരിദ്ര്യം, കുടിവെള്ളമില്ലായ്മ, പിന്നെ തൊഴിലില്ലായ്മ, പാർപ്പിടമില്ലായ്മ, ഇതൊക്കെ വലിയ വിഷയങ്ങളാണ് നികേഷ്. എല്ലാ കാലത്തും ഇവർക്ക് വൈകാരികത ഉയർത്തി ജയിക്കാൻ കഴിയുമോ? ആളുകളെ എല്ലാ കാലത്തും ഒരുപോലെ പൊട്ടന്മാരാക്കാൻ ആർക്കും സാധ്യമല്ല. അത് ജനാധിപത്യത്തിന്റെ ഒരു കരുത്താണ്. അത് ഇത്തവണ പ്രകടമാകും. പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദിവസമാണ്. നരേന്ദ്രമോദി ഒരു ഹാട്രിക് വിജയം ആ ലോക്സഭാ മണ്ഡലത്തിൽ നേടുവെന്ന കാര്യത്തിൽ താങ്കൾക്കും സംശയമുണ്ടാകില്ലല്ലോ. 6,74,664 എന്നുള്ളത് 8 ലക്ഷമാക്കി ഉയർത്തുക എന്നുള്ള ഒരു കാലഘട്ടത്തിൽ CPM പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ വാരണസി എന്ന് പറയുന്നത്. ഇന്ന് വാരണസിയിൽ നരേന്ദ്രമോദി മത്സരിക്കുന്നു, 8 ലക്ഷം വോട്ട് ഭൂരിപക്ഷമാക്കി ഉയർത്തുന്നു. ഉത്തർപ്രദേശിൽ 80 സീറ്റുകളിൽ 80 സീറ്റുകളും നേടാൻ വേണ്ടി അതൊരു കാരണമാകുന്നു. അങ്ങനെ ഒരു നരേന്ദ്രമോദി മയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ശ്രീ അനിൽകുമാർ, എന്തായാലും 3-4 ദിവസം പിന്തള്ളപ്പെട്ടു പോയ നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാനെങ്കിലും ഒരു റോഡ് ഷോയുമായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് ഇന്നലെയും ഇന്നുമായിട്ട് കാണുന്ന ഒരു മാറ്റം. ഇന്ത്യൻ ജനാധിപത്യത്തിന് അപാരമായൊരു കരുത്തുണ്ട്. അത് നമ്മുടെ നാട്ടിലെ നിരക്ഷരെന്നൊക്കെ പറയുന്ന ജനങ്ങൾ അവസരത്തിനൊത്ത് അവരുടെ രാഷ്ട്രീയ ബോധം ഉയർത്തിപ്പിടിക്കുന്ന ചരിത്രാനുഭവത്തിൽ നിന്നാണ് നമുക്കത് പറയാനാവുക. ഈ തെരഞ്ഞെടുപ്പിൽ BJP സർക്കാർ വീഴും എന്ന ആത്മവിശ്വാസം ഉണ്ടാക്കാനിടയാക്കിയത് ഒന്ന്, ഇന്ത്യ സഖ്യമെന്ന പേരിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ യോജിക്കാവുന്നിടത്തോളം യോജിച്ചു. ആ പ്രതിപക്ഷ പാർട്ടികളെക്കാളും ഒരു മുഴം മുമ്പേ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ സഞ്ചരിച്ചു. അവരെ ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ യഥാർത്ഥ വിഷയമാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ കർഷകന്റെ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു വിഷയമാണ്. ഞാൻ പറയാം, കർഷകന്റെ പോരാട്ടം ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എല്ലാവരും ദേശീയ തലത്തിൽ സമ്മതിക്കുന്നുണ്ട്. 2 ഗുസ്തി താരങ്ങളോട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് ജനരോഷമായി പടർന്നിട്ടുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അഗ്നിവീർ പദ്ധതി ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് സഹായകരമാണോ എതിരാണോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുകയാണ്. ഞാനത് പറയട്ടെ. അഗ്നിവീർ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ പട്ടാളക്കാരൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം 4 കൊല്ലമാക്കി. അങ്ങനെ ചെറുപ്പക്കാരൻ്റെ റിട്ടയർമെൻറ്റ് പ്രായം 4 കൊല്ലമാക്കി ഭ്രൂണഹത്യ നടത്തുന്നത് പോലെ ഇന്ത്യൻ ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങളെ വഞ്ചിച്ച നരേന്ദ്രമോദി 10 കൊല്ലം ഭരിച്ചിട്ട് പിന്നെ ഒരു 5 കൊല്ലം കൂടെ തെരഞ്ഞെടുപ്പിന് വോട്ട് നേടുകയാണ് എന്ന ന്യായം, എന്ത് ന്യായം? ഈ ചെറുപ്പക്കാരോട് നിങ്ങൾ കൂട്ടി ചോദിക്കാൻ ന്യായമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അടിത്തറ ഇളകിയ ഹരിയാന മാത്രം മതി. ഹരിയാനയിൽ എന്താ ഇപ്പം സംഭവിച്ചത്? ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് BJP ശക്തിപ്പെട്ടോ ദുർബലപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ ഓരോ സംസ്ഥാനത്തും ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാത് സംസ്ഥാനങ്ങളിൽ BJP-യെ ചെറുക്കുന്ന പ്രവണത ശക്തിപ്പെട്ടു എന്ന് മാത്രമല്ല, BJP ചെന്നുപെട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവനയിൽ കണ്ടത്. ബഹുമാനപ്പെട്ട KBS-നോട് ആ പ്രസ്താവന വിശദീകരിക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ അദാനിയും അംബാനിയും കള്ളപ്പണം ലോറിയിൽ കയറ്റി BJP-യുടെ ആഫീസിൽ, കോൺഗ്രസിൻ്റെ ആഫീസിൽ കൊണ്ട് കൊടുത്തോ? എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മോദി അത് പറഞ്ഞത്? നമുക്ക് നരേന്ദ്രമോദിയുടെ വർഗീയ പ്രസ്താവനകളെ മാറ്റിക്കിടത്താം. അത് ഞങ്ങളുടെ പതിവാണ്, ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ചെയ്യുന്നതാണ്, വർഗീയ ധ്രുവീകരണം ചെയ്യുന്നതാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നരേന്ദ്രമോദി പരാജയപ്പെടുമെന്ന് സമ്മതിക്കുന്നതിന് തുല്യമായ പ്രസ്താവനയാണ്
ഇന്ത്യ രാജ്യത്തെ ഇത്രയും കാലം 10 കൊല്ലക്കാലം കമ്പോള പൂജയുടെയും കോർപ്പറേറ്റ് പൂജയുടെയും ആരൂഢങ്ങളിൽ അവരെ എല്ലാ തരത്തിലും സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു മോദി സർക്കാരിന് ഇത് പറയേണ്ടി വന്നത്, ഇത് പറയുന്ന പറഞ്ഞാൽ അർത്ഥം എന്താണ്? കള്ളപ്പണം ഉണ്ടെന്ന് മോദിക്കറിയാം, അത് അദാനിയുടെയിലും അംബാനിയുടെയിലും ഉണ്ടെന്ന് മോദിക്കറിയാം. 10 കൊല്ലം അവരുമായിട്ട് നടക്കുമായിരുന്നു മോദി. നാലാമത്തെ കാര്യം, അവർ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഏത് ഡാറ്റ? ബഹുമാനപ്പെട്ട നികേഷ് ചോദിക്കുന്ന ഡാറ്റ, ഞാൻ ഈ ഡാറ്റയാണ് പറയണത്. ഇതാണ് ഡാറ്റ. താങ്കളാണ് നോക്കൂ, എല്ലാ ചോദ്യങ്ങളും താങ്കളുടെ നേർക്കാണ് വരിക. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നരേന്ദ്രമോദി ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽകുമാറൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഹിന്ദുക്കളെ 2ാം ക്ലാസ് പൗരന്മാരാക്കുന്നു, SC/ST OBCയുടെ റിസർവേഷൻ മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും, മംഗല്യസൂത്രം പിടിച്ചുപറിച്ച് മുസ്ലിങ്ങൾക്ക് നൽകും, ഇങ്ങനെയുള്ള ഒരുപക്ഷെ 4ാം കിട പ്രസ്താവനകളുമായിട്ട് നരേന്ദ്രമോദി. എവിടെ ഡാറ്റ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഡാറ്റ. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു, ഇന്ത്യയെ ഞാൻ ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വരികയാണെങ്കിൽ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്ന്. അങ്ങനെ ഒരു വർത്തമാനേ ഇപ്പോൾ കേൾക്കുന്നില്ല. പകരം എന്താ? മുസ്ലിം ബാഷിംഗ്, പാകിസ്ഥാനായി ചിത്രീകരിക്കുക കോൺഗ്രസിനെ. ഇതിനപ്പുറം ഇതൊക്കെ എത്ര കാലം കൊണ്ടു നടന്നതാണ് ശ്രീ KVS ഹരിദാസ്? മതിയായില്ലേ? മടുത്തില്ലേ? അല്ല നികേഷേ, നിങ്ങൾക്ക് എന്തൊക്കെ മടുക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ യാഥാർത്ഥ്യബോധത്തോടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്താൽ പലർക്കും ഇഷ്ടാകുന്നില്ല. എന്താണ് വസ്തുത എന്നുകൂടി ശ്രീ KVS ഹരിദാസ് പറഞ്ഞു തരണം. നേരത്തെ അഡ്വക്കേറ്റ് അനിൽകുമാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ട്രക്കിലാണ് അദാനിയും അംബാനിയും പണം കോൺഗ്രസിനോട് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടോ? അല്ല, ഒരു മിനിറ്റ് ഇടപെടല്ലേ, കുറച്ചു നേരം കൂടി കാത്തിരിക്കൂ. നിങ്ങൾ കാത്തിരിക്കൂ. നരേന്ദ്രമോദി പറഞ്ഞത് അഡാനിയെ കുറിച്ച് തന്നെ ഞാൻ തുടങ്ങാം. അതിനുള്ള അധീർ രഞ്ജൻ ചൗധരി കഴിഞ്ഞ ദിവസം അധീർ രഞ്ജൻ ചൗധരി അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം ചാനലിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത്ര പൈസ തന്നാൽ ഞങ്ങൾ വിമർശനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭയിലെ കോൺഗ്രസിന്റെ നേതാവാണ് അധീർ രഞ്ജൻ ചൗധരി. ആ ക്ലിപ്പിംഗ് എടുത്തൊന്ന് കാണിച്ചു നോക്കൂ. അധീർ രഞ്ജൻ ചൗധരി അങ്ങനെ പറഞ്ഞു. വേറെ എന്ത് എവിഡൻസ്? സാർ ഒന്ന് കേൾക്കൂ. അനിൽകുമാർ ഇപ്പൊ ചോദിച്ചു, അല്ല ചോദിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ വേണ്ട, ഞാൻ ചോദിക്കില്ല. ഡയറക്റ്റ് ചോദ്യമാണ്. അദാനിയും അംബാനിയും ഒരു ടെമ്പോ വാനില് കള്ളപ്പണം രാഹുൽ ഗാന്ധിക്ക് കൊടുത്തു എന്ന് പറയുന്നത് ആരാണ്? KVS ഹരിദാസ് ഒന്നും അല്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ഇല്ലാതെ ചെയ്യില്ല. 2 തരത്തിൽ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ. ഒന്ന്, ചങ്ങായിമാരാണ്. 2, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. അങ്ങനെ ഒരാൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അത് എപ്പോഴാണ്, എന്താണ് ആ ടെമ്പോ വാൻ്റെ നമ്പർ എന്താണെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിച്ചു പോകില്ലേ KVS? അല്ലെന്നേ, നിങ്ങൾ ചോദിച്ചോളിൻ, നരേന്ദ്രമോദിയോട് ചോദിച്ചോളിൻ. ചോദിക്കട്ടെ, പക്ഷേ ഒരു പറയണ കേൾക്കുന്നു നികേഷേ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞത് പബ്ലിക് ഡൊമൈനിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? അദാനി അംബാനി ഞങ്ങൾക്ക് കാശ് തന്നാൽ ഞങ്ങൾ വിമർശനം അവസാനിപ്പിക്കും. ഇവരിപ്പോ വിമർശനം അവസാനിപ്പിച്ചതിന്റെ അർത്ഥം എന്താ? ചിരിച്ചോണ്ട് അദ്ദേഹം പറയുന്നത്. KVS ഹരിദാസിന് ഈ പൊതു രംഗത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. KVSന് തോന്നുന്നുണ്ടോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി ഈ അദാനിയെ കുറിച്ചുള്ള ക്യാമ്പയിൻ നിർത്തുമെന്ന്? അതാണ് അവരുടെ മെയിൻ പ്ലാങ്ക്. അല്ല, നിങ്ങൾ പറയട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ നികേഷേ. നിങ്ങൾ ഓരോ ഘട്ടത്തിൽ ഇതിനേക്കാൾ കുറെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് എനിക്ക് ഇവിടെ മറുപടി പറയാനുണ്ട്. കാരണം ഇവർ രണ്ടുപേരും നികേഷും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിനൊക്കെ മറുപടി പറയാനുള്ള ബാധ്യതയും ചുമതലയും എനിക്കുണ്ട്. ആദ്യം നൗഷദ് അലിയുടെ കണക്ക്. മഹാരാഷ്ട്രയിൽ ജയിക്കും, ബംഗാളിൽ ജയിക്കും, ബീഹാറിൽ ജയിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ബംഗാളിലെ ഇത്തവണത്തെ ഏറ്റവും വലിയ കക്ഷി നരേന്ദ്രമോദിയുടെ BJP ആയിരിക്കും. എഴുതി വെച്ചോളൂ. CPMനും കോൺഗ്രസിനും ഒന്നും അവിടെ ഒരു സീറ്റ് പോലും ഉണ്ടാകാൻ പോകുന്നില്ല ഇത്തവണ. ഞാൻ എഴുതി വെച്ചുതരാം. ബീഹാറിൽ നിതീഷ് കുമാർ പോകുന്നതോടുകൂടി അവിടുത്തെ ഇന്ത്യ സഖ്യത്തിന്റെ അവസ്ഥ മാറി.
കഴിഞ്ഞ തവണ കോൺഗ്രസ്സുകാരെ ചോന്നുകൊണ്ട് നടന്ന് ദയനീയമായിട്ട് തോറ്റ പാരമ്പര്യം തേജസ്വി യാദവിനുണ്ട്. ഇത് തന്നെയാണ് ഇത്തവണ ആവർത്തിക്കാൻ പോകുന്നത്. ബീഹാർ നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല. KVS അയാളിതാ BJP-യിലേക്ക് ഈ അവസാനത്തെ ചാട്ടം, BJP-യിലേക്ക് ചാടുന്നതും RJD-യുടെ അടുത്തേക്ക് ചാടുന്നതും ഒക്കെ സാധാരണ പതിവാക്കിയിട്ടുള്ള അവസാനത്തെ ചാട്ടം പിഴച്ചു. അയാൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇല്ല. KVS അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സത്താ മാർക്കറ്റ് പ്രവചിക്കുന്നത് ഹരിയാന ബീഹാറിൽ മാത്രം 10-12 സീറ്റുകൾ BJP-ക്ക് നഷ്ടം വരുമെന്നാണ്. 10 മുതൽ 12 സീറ്റുകൾ വരെ. നോക്കിക്കോ പോട്ടെ. ഞാനിപ്പോ ഒരു KVS-ഉം ഞാനും കൂടെ തമ്മിൽ ഒരു ബെറ്റ്, KVS-ഉം ഞാനും തമ്മിൽ ഒരു ബെറ്റ് ബീഹാറിന്റെ കാര്യത്തിൽ മാത്രം, ബീഹാറിന്റെ കാര്യത്തിൽ മാത്രം ഉണ്ടോ? ഉണ്ടോ? നമുക്ക് വെട്ടുവെക്കാം. കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് കിട്ടുമെന്നാണല്ലോ KVS പറയുന്നത്. നമ്മൾ ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് കിട്ടുമെന്നാണല്ലോ KVS പറയുന്നത്. ഞാൻ പറയുന്നത് 10 സീറ്റ് കുറയുന്നു. വലിയ മോശം വരില്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ നീ ഒരെണ്ണോ കഴിഞ്ഞോടെ കിഷൻ ഗഞ്ചി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അവിടെ ഒറ്റ സീറ്റ് നഷ്ടപ്പെട്ടു. ഇത്തവണ 1-2 നഷ്ടപ്പെടും. 10 പോയി. ഒരെണ്ണോ 2 പോയിന്റ് വരാം. അതിനപ്പുറത്തേക്ക് ബീഹാറിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ വെറ്റുണ്ട്. നമുക്ക് വെറ്റുവെക്കാം. നമുക്ക് ഈ പറയുന്ന മഹാരാഷ്ട്രയിലേക്ക് വാ. ഈ പറയുന്ന ജൂൺ 4 ഒന്നുകിലേ KVS സമ്പന്നനാവും, അല്ലെങ്കിൽ ഞാൻ സമ്പന്നനാവും. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലേക്ക് വാ. അല്ല നിക്കൂ, മഹാരാഷ്ട്ര സെയിം ആണ്. ഈ ശരത് പവാറിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ബരാമതിയിൽ സുപ്രിയ അവളുടെ മകള് ജയിച്ചാൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1-2 കൊണ്ടെങ്കിലും കുറയുമല്ലോ എന്നാണ്. കഴിഞ്ഞോണ സാധാരണ ബരാമതിയിൽ പവാറിൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നോമിനേഷൻ കൊടുത്താൽ പിന്നെ പ്രചരണത്തിനേ പോകാനില്ല. ഇത്തവണ സുപ്രിയ സൂലെ ബരാമതി വിട്ട് പോയിട്ടില്ല. അജിത് പവാറിന്റെ ഭാര്യയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. അതുപോലും ഇത്തവണ ശരത് പവാറിന്റെ കുടുംബത്തിൽ ശരത് പവാറിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംസ്ഥാനത്തെ കുറിച്ചാണ് ഈ ബരാമതി എന്ന് മാത്രമായിട്ട് KVS പറയുന്നത്. അത് തന്നെ പറഞ്ഞ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവിടെ എത്ര തവണ നരേന്ദ്രമോദിയും അമിത്ഷായും വന്നു? KVS ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ശരത് പവാറിനെ വിമർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉദ്ധവ് ഠാക്കറെ വിമർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തേ വിമർശിക്കാത്തത്? അവർക്ക് അനുകൂലമായിട്ടുള്ള സഹതാപ തരംഗം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് KVS. അത് മതി, അതാണ് ട്രെൻഡ്. എൻ്റെ നികേഷിന്റെ ഒക്കെ നിരീക്ഷണങ്ങളൊക്കെ ഈ മഹാരാഷ്ട്രയിലും പോകുന്നില്ല. മഹാരാഷ്ട്രയിലും NDA ഇത്തവണ ക്ലീൻ സ്വീപ്പ്. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. പകുതി സീറ്റ് അടക്കം രാഹുൽ ഗാന്ധി അടക്കം റായ്ബറയിൽ തോക്കുന്നതെന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ, അത് ശരിക്ക് കൊള്ളേണ്ട അടുത്ത് കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം സോണിയാഗാന്ധി എത്ര തവണ റായ്ബറയിൽ ചെന്നു. അവിടെ നടന്ന അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ സോണിയാഗാന്ധി തിരിഞ്ഞു നോക്കിയോ? അമേത്തി തോറ്റതിന് ശേഷം രാഹുൽ ഗാന്ധി ആ വഴി പോയിട്ടുണ്ടോ? ഇങ്ങനെ ആ നാടുമായിട്ടൊരു പുലബന്ധമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയും കുടുംബവും ഇത്തവണ തെരഞ്ഞെടുപ്പ് മറുപടി വേഗം, എനിക്ക് ബ്രേക്കിന് പോകണം. ഇവിടെ നികേഷേ ഈ പറഞ്ഞ KVS ഹരിദാസിൻ്റെ കണക്കുകളൊക്കെ അദ്ദേഹത്തിന് പോലും വ്യക്തമായിട്ടൊരു തിട്ടമില്ല. കാരണം എന്താ വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയും നരേന്ദ്രമോദി എന്നൊരു തരംഗമില്ല. 2019 അത് ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ജുംലയാണ്, അതൊരു വ്യാജ നിർമ്മിതിയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം അദ്ദേഹം പറയുന്നു 35 വയസ്സ് വരെ ഞാൻ ഭിക്ഷയെടുത്താണ് ജീവിച്ചത് എന്ന്. അദ്ദേഹത്തിന് 32-33 വയസ്സുള്ളപ്പോൾ അയാൾ പാരീസിലും വാഷിങ്ടണിലും ഇന്തോനേഷ്യയിലും യൂറോപ്പിലും ഒക്കെ കറങ്ങുന്ന ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അദ്ദേഹം പറയുന്നു താൻ ഡിഗ്രി എടുത്തത് ഇന്ന കോളേജുകളിൽ നിന്നാണ് എന്ന്. അദ്ദേഹം തന്നെ പറയുന്നു ആ കാലത്ത് അദ്ദേഹം വേറെ പല ജോലിയും ചെയ്തതായിട്ട്, ഭിക്ഷ എടുത്തതായിട്ട്. ഇങ്ങനെ പരസ്പര വിരുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് വഡോദര റെയിൽവേ സ്റ്റേഷനിൽ ക്യാൻറ്റീൻ നടത്തിയിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് താൻ അവിടെ ടീ വെണ്ടറായിട്ട് പിന്നെ ഡിബ്ബകളിലൊക്കെ ചായ കൊടുത്ത് നടന്നിരുന്നു എന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ കാലത്തെ ഫോട്ടോകൾ, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം, അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊക്കെ
അത് വേറൊരു വിഷയം. അപ്പോൾ ഇതൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു മനുഷ്യനാണ്, കളവുകൾ പറയുന്ന ആളാണ് എന്ന് വളരെ കൃത്യമാണ് അദ്ദേഹം. പിന്നെ രാഷ്ട്രീയത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി കുടുംബം ഉപേക്ഷിച്ചു, പിന്നെ നാടുപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് പരിത്യാഗിയായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വിശ്വസിക്കാൻ ആളുണ്ടായിരുന്നു. എന്നാൽ ആ വിശ്വാസമൊക്കെ എല്ലാ കാലത്തും ആളുകളെ കബളിപ്പിക്കാൻ കഴിയില്ല. ആളുകളൊക്കെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് ഇറങ്ങി വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് ഇവരുണ്ടാക്കുന്ന വൈകാരികതയേക്കാൾ ഉയർന്ന തലത്തിൽ അതവിടെ ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനം ചെലുത്തി. അതിൻ്റെയൊക്കെ ഫലമാണ്. വളരെ കൃത്യമാണ് ഈ തെരഞ്ഞെടുപ്പ്. പക്ഷേ കെ.പി. നൗഷാദ് അലി, നരേന്ദ്രമോദി ഒരു ജുംലയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള പാനൽ ഡിസ്കഷനിൽ പറയാം. നരേന്ദ്രമോദിയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും കേന്ദ്ര കഥാപാത്രം. നരേന്ദ്രമോദിയെ നേരിട്ട് ആക്രമിച്ചാൽ ഫലം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും തീവ്രമായ ക്യാമ്പയിനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നുള്ള ഒരു ചർച്ച ഉയർത്തിവിട്ട് BJP-യിൽ അകത്ത് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്യുന്നില്ല ആരും. കാരണം നരേന്ദ്രമോദി അറ്റാക്ക് ചെയ്താൽ 2019 ഫലം എന്താണെന്ന് ഓർമ്മയില്ലേ രാഹുൽ ഗാന്ധിക്ക്? ചൗക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം തിരിച്ചടിച്ചു എന്ന് കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കാലത്ത് അങ്ങനെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പ്രമുഖരായ 22 പേര് പാർട്ടി വിട്ടുപോയത്. ഇവിടെ നികേഷ്, ഈ നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണല്ലോ. അദ്ദേഹം ഈ പറഞ്ഞ വിവിധ തലങ്ങളിലും വിവിധ തരത്തിലും ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ BJP-ക്ക് നേടിക്കൊടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ വലിപ്പത്തെ അത്തരത്തിൽ എങ്ങനെ നമുക്ക് കുറച്ച് കാണിച്ചിട്ട് ഇവിടെ നമുക്കൊരു സത്യസന്ധമായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റും? അദ്ദേഹത്തിൻ്റെതായ വലിപ്പമുണ്ട്. നിലവിലെ പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ആയിരിക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ആളാണ്. മറ്റ് നേതാക്കൾക്ക് അദ്ദേഹത്തിന് സമാനമായ അധികാരത്തിൻ്റെ പരിവേഷമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇവിടുത്തെ മീഡിയകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്കാണ്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ തൊടില്ല. ഗോഡി മീഡിയ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാരാണ്. ഇതൊക്കെ നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നും നരേന്ദ്രമോദി തന്നെയാണ് ഇത്തവരെയും മുന്നിട്ട് നിൽക്കുന്നത് എന്ന്. അതൊക്കെ രാജ്യത്തെ അടിസ്ഥാന ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രതിഫലനങ്ങൾ ഓരോ ഗ്രൗണ്ടിൽ നിന്നും അത് മാത്രമാണ് അതിനകത്ത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒന്നാം ഘട്ടത്തിന് ശേഷമാണ് നരേന്ദ്രമോദി വീണ്ടും തൻ്റെ ഒരു വിഭാഗീയ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തോടല്ല JP നദ്ദയോട് വിശദീകരണം ചോദിക്കുകയും JP നദ്ദ കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകുകയും ചെയ്തു. കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും കൂട്ടിച്ചേർത്താണ് നരേന്ദ്രമോദി പറഞ്ഞത് എന്നുള്ളത് നോക്കൂ. പക്ഷേ നരേന്ദ്രമോദിയെ എതിർക്കാനല്ലല്ലോ സാധാരണഗതിയിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പകരം അമിത്ഷായിലേക്കും ഒപ്പം തന്നെ യോഗി ആദിത്യനാഥിലേക്കും ഒക്കെയാണ്. അത് നരേന്ദ്രമോദിയുടെ നേരിട്ട് ഏറ്റുമുട്ടി ജയിക്കില്ല എന്ന് തീർച്ചയായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. RSSൻ്റെ തലവൻ ഒരു പ്രസ്താവന നടത്തി. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. RSS 100 വർഷത്തിൻ്റെ ഒരു വാർഷികം ആഘോഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അത്തരമൊരു പ്രസ്താവനയിലേക്ക് പോയത്? ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഭരണഘടനയെക്കുറിച്ച് കൺസേൺ ആയിരുന്നു. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കാനാണ് 400+ എന്ന ചോദ്യം എന്ന ബോധ്യം നമ്മുടെ പൊതുമണ്ഡലത്തിൽ വന്നു, പൗരസമൂഹത്തിന് മുമ്പിൽ വന്നു. അതൊരു ചോദ്യചിഹ്നമായി ഉയർന്നു വന്നപ്പോഴാണ് 400+ എന്നത് തിരിച്ചടിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അങ്ങനെ അജണ്ട ഇല്ല എന്ന് സ്ഥാപിക്കാനാണ് മോഹൻ ഭഗവത് ഇത്തവണ ഞങ്ങൾ 100ാം വാർഷികം ആഘോഷിക്കുന്നില്ല എന്ന് പറഞ്ഞത്. അതിനു മുമ്പ് 100ാം വാർഷികത്തിൽ ഞങ്ങൾ ഹിന്ദു രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നവരാണ് വിഡ്രോ ചെയ്തത്. അപ്പോൾ അത് തന്ത്രപരമായി ഇന്ന് വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷേ ജനങ്ങൾ അവിടെ നിന്നില്ല. ഞാൻ ആദ്യഘട്ടത്തിൽ നിന്ന് സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സംസ്ഥാനങ്ങളിലും കൃത്യമായ പ്രതിരോധം ഉയർത്തുന്നുണ്ട്. ദേശീയ തലത്തിലല്ല ഇന്ത്യ രാജ്യത്തെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ കേന്ദ്രം. അത് 2019 നിന്നും 2024 വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റമാണ്. 2019 പുൽവാമയുടെയും അതുപോലെ തന്നെ ബാലക്കോട്ടിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു അതിദേശീയതയുടെ ഒരു വേലിയേറ്റമുണ്ടായിരുന്നു. ആ വേലിയേറ്റമാണ് നരേന്ദ്രമോദിയെ സഹായിച്ചത്. ഇന്ത്യൻ പട്ടാളമാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് എന്ന തരത്തിലേക്കാണ് അന്ന് നരേന്ദ്രമോദി തന്നെ പ്രസംഗിക്കുന്നത്. ഇന്ന് പട്ടാളത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ബാലക്കോട്ട് പറയുന്നില്ല. മറിച്ച് പറയാൻ ഇടവരുന്നതെല്ലാം ഈ നാട്ടിലെ മനുഷ്യജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത പാകിസ്ഥാൻ അല്ലെങ്കിൽ മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാർ. ഇവിടെ ബഹുമാനപ്പെട്ട KVS പറയുമ്പോൾ ഫാക്റ്റാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഏത് ഫാക്റ്റാണ് പറഞ്ഞത്?
ഇവിടുത്തെ മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറ്റക്കാരാണോ? അല്ലെങ്കിൽ ബാബറി പൂട്ടിട്ട് ഇനി രാമക്ഷേത്രം ആരെങ്കിലും പൂട്ടാൻ നടക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പറയാൻ വരുന്നത് പ്രധാനമന്ത്രിയുടെ നിലവാരമില്ലായ്മയാണ്. ആ നിലവാരം കെട്ടുപോയൊരു പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷത്തിന് പേടിയാണ് എന്നൊരു ആഖ്യാനം നരേന്ദ്രമോദിയെ അല്ല നേരിട്ട് പറയുന്നത് എന്ന് ഞാൻ ആവർത്തിക്കുന്നു. രണ്ട്, നോക്കൂ, ഇലക്ഷൻ കമ്മീഷൻ സാധാരണഗതിയിൽ ഇലക്ഷൻ കമ്മീഷനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരമുണ്ട്. അതിൻ്റെയൊക്കെ വളരെ താഴെ പോകുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനെ ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ ശ്രീ അനിൽകുമാർ താങ്കൾ. ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ എത്രയോ തവണ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റയ്ക്കും അതുപോലെ തന്നെ കൂട്ടായി നിവേദനം കൊടുത്തു. ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ എതിർത്തതിനെ സാധൂകരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താണ്? ഒരു ഇലക്ഷൻ കമ്മീഷനും BJP രക്ഷിക്കാനാവില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം, 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സുപ്രീം കോടതി ഉയർത്തി. ഒന്ന്, ഇലക്ട്രൽ ബോണ്ട് കേസ്. സുപ്രീം കോടതി ബോധപൂർവമാണോ അബോധപൂർവമാണോ ചെയ്തത്? ഒരു ഇലക്ഷൻ മുന്നിൽ നിൽക്കുമ്പോൾ 2019 പേരുള്ള 4 നിയമങ്ങൾ എടുത്ത് റദ്ദാക്കിയിട്ട് അതിന് മുഴുവൻ തുകയും എങ്ങനെ കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് കണക്ക് പറയിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല എന്നാണോ വിചാരിച്ചത്? രണ്ടാമത്, നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പതഞ്ജലി, ആ പതഞ്ജലിയുമായി ബന്ധപ്പെട്ട് അവിടെ കോടതിന് മുന്നിൽ നിന്ന് ഏത്തമിടേണ്ടി വന്നത് നരേന്ദ്രമോദിക്ക് ഉത്തരം പറയേണ്ട കാര്യമായില്ലേ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ. ഒരു ജാമ്യാപേക്ഷ പോലും കൊടുക്കാതെ ഇന്ത്യ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി എങ്ങനെ ഇന്ത്യ രാജ്യത്ത് സംസാരിക്കുന്നു? ഞാൻ പറയുന്നത് കെജ്രിവാളിലൂടെ സുപ്രീം കോടതിയാണ് സംസാരിക്കുന്നത്. കെജ്രിവാളിലൂടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് സംസാരിക്കുന്നത്. ആ സംസാരം എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് മേലെയാണ്. നരേന്ദ്രമോദി കീഴെയായിപ്പോയി. എന്നിട്ട് പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നത് നരേന്ദ്രമോദിയുടെ ആത്മക്ഷതങ്ങളാണ് ഉയർത്തിപ്പിടിക്കുന്നത്. എന്താ ആത്മക്ഷതങ്ങൾ? നിങ്ങൾ അദ്വാനിയെ മൂലക്കിരുത്തിയിട്ടുണ്ടെങ്കിൽ അതേ ചിരട്ട നമ്മൾ പറയുമല്ലോ, കാർന്നൂമാരെ ചിരട്ടയിൽ ഭക്ഷണം കഴിപ്പിച്ച് കഴിയുമ്പോൾ അവസാനം ഈ കാർന്നൂർ മരിച്ചു കഴിയുമ്പോൾ കൊച്ചു ആ ചിരട്ടയെടുത്ത് മാറ്റി വെക്കും. അച്ഛന് ചിരട്ട വേണ്ടേ ചോദിക്കുന്ന പോലെ ചിരട്ട വെക്കുന്ന ആ പഴയ സംസ്കാരമുണ്ടല്ലോ, ആ സംസ്കാരം പോലും നരേന്ദ്രമോദിക്ക് അങ്ങനെ ചിരട്ട കാണുകയല്ലേ എന്ന് കെജ്രിവാൾ ചോദിക്കുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തെ ജനകോടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചോദ്യമായിരിക്കും അത് ശ്രീ KVS. തീർച്ചയായും അതെ. കാരണം താങ്കളൊക്കെ ഒരു LK അദ്വാനി ഫാനായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അല്ല നികേഷേ, ഞങ്ങളുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമില്ല. ഞങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഈ കേജ്രിവാളിനെ പോലുള്ള ഒരു 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 അഴിമതി കേസിലെ പ്രതി വന്ന് പുറത്തിറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ അത് വലിയ പ്രശ്നമാകും. 75 എന്ന ഭരണഘടനാ സീലിംഗ് ഉണ്ടോ കേജ്രിവാളിന്? ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞങ്ങളുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വ്യവസ്ഥയില്ല, അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഞങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അല്ലെന്ന് നികേഷേ, ഒരു പ്രായം കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ആളുകൾ മാറിക്കൊടുക്കണ്ടേ? അത് മാറിക്കൊടുത്തേ പറ്റുള്ളൂ. അപ്പോ അതിനുള്ള വഴി ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. ഞങ്ങളുടെ സംവിധാനം. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഞാനിങ്ങനെ ഓരോ ചോദ്യത്തിനും ഓരോ വാക്കിലും കയറി ഇടപെട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഒന്നുമില്ലെങ്കിൽ സംസാരിക്കാൻ അനുഭവിക്കുക. ഇപ്പൊ നിങ്ങൾക്കൊക്കെ അനിൽ സംസാരിക്കുമ്പോൾ അനിലാരാണ്? അനിലൊന്നും അനിലിന്റെ പാർട്ടിയോ അനിൽകുമാറോ ഇപ്പോൾ ഡിഫൻസിലല്ല. നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ്, നിങ്ങൾ ഡിഫൻസിലാണ്. ഈ വിഷയത്തിൽ ഉപചോദ്യങ്ങൾ ഉണ്ടാവും. അതെ നികേഷ് ഇത്രയ്ക്ക് ടെൻഷൻ കൊള്ളണ്ടെന്നാണ് ഞാൻ പറഞ്ഞേ. എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എൻ്റെ കൈവശമുണ്ട്. ഞങ്ങൾ സംഘടനാ രീതിയിൽ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറയാം. ഒരു നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റിന്റെ പ്രായം എത്രയാ അത് നിശ്ചയിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ആവേണ്ടവരുടെ പ്രായം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വഴിതെറ്റിക്കല്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കാം. KVS മറുപടി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നേ, എനിക്കിപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല. LK അദ്വാനി, മുരളി മനോഹർ ജോഷി തുടങ്ങി ഒരു തലമുറ നേതാക്കളെ പൂർണ്ണമായും മാറ്റി നിർത്തിയിട്ടാണ് നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ ആളുകൾ സ്ഥാനം കൈയാളിയത്. അവരിതാ അടുത്ത സെപ്റ്റംബറിൽ 75 വയസ്സ് തികയാണ്. അവരെന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി മാത്രം 75 വയസ്സ് തികയാണ്.
ഇപ്പോൾ എൽ കെ അദ്വാനിയെ ആരായിട്ടാണ് ഞാൻ കാണുന്നത്? BJPയുടെ വളർച്ചയ്ക്കുള്ള ഏക കാരണക്കാരൻ. അങ്ങനെ ഏക കാരണക്കാരനെ മാറ്റാമെങ്കിൽ ആ BJPയുടെ വളർച്ചയിലെ പങ്കുപറ്റി പിന്നെ അതിനെ വികസിപ്പിച്ച നരേന്ദ്രമോദിക്ക് ആ ഏജ് സീലിംഗ് ബാധകമാകില്ല എന്നാണോ പറയുന്നത് KVS? അത് ഞാൻ ചോദ്യം അവസാനിപ്പിച്ചു. ഇനി അങ്ങേക്ക് മറുപടി പറയാം. അല്ലെന്ന് ഞങ്ങൾ യഥാസമയത്ത് വേണ്ടുന്ന തീരുമാനം എടുത്തോളാം. ഇപ്പോൾ കർണാടകത്തിൽ യെദ്യൂരപ്പ 75 വയസ്സിന് ശേഷം മുഖ്യമന്ത്രിയായിട്ട് തുടർന്നില്ലേ? യെദ്യൂരപ്പ ഇന്നും BJPയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡിലുണ്ടല്ലോ. ഞങ്ങൾ അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടില്ലല്ലോ. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ ചില ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നരേന്ദ്രമോദി BJPക്ക് അനിവാര്യമാണെന്ന് കണ്ടാൽ ഞങ്ങൾ ആ സമയത്ത് അത് ആലോചിച്ച് പറഞ്ഞ കേക്ക് വേണ്ടാത്ത വിശദീകരണം അതിനകത്ത് ആവശ്യമില്ല. അമിത്ഷാ പറഞ്ഞല്ലോ, ഈ 2024 മുതലുള്ള 5 വർഷക്കാലം നരേന്ദ്രമോദി ആയിരിക്കും പ്രധാനമന്ത്രി. അത് BJPയുടെ നിലപാടാണ്. അമിത്ഷായ്ക്കും BJPക്കും BJPയുടെ നിലപാട് അമിത്ഷാ പറയുന്നതാണോ ഇപ്പൊ BJPയുടെ നിലപാട്? ഞാൻ ചോദിക്കുന്നത് അല്ല, അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് നിലപാട് എന്താന്നുള്ളത്. അത് ഏത് സമിതിയിലാണ് തീരുമാനമാണ്? 75 വയസ്സ് എന്ന കാരണം പറഞ്ഞ് അദ്ദേഹത്തിന് ഗാന്ധിനഗറിൽ സീറ്റ് വരെ കൊടുത്തില്ല. മുരളി മനോഹർ ജോഷിയെ നീക്കി, ആനന്ദിബെൻ പട്ടേലിനെ നീക്കി. അതെന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ബാധകമാകുന്നില്ല എന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ പാർട്ടിയുടെ ഏത് ഘടക ചേർന്നത്? ഞങ്ങൾ എടുക്കുന്ന തീരുമാനം ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തും. വ്യക്തിപരമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംശയമുണ്ട് ആ കാര്യത്തിൽ. ഏത് പാർലമെന്റ് ഏത് ഘടകത്തിലാണ് ശ്രീ KVS അത് പറഞ്ഞത്? അരവിന്ദ് കെജ്രിവാൾ 3 ദിവസം മുമ്പാണ് ഇത് പൊട്ടിച്ചത്. അല്ല, പറഞ്ഞത് ഞാൻ കേൾക്കും. അരവിന്ദ് കെജ്രിവാൾ 3 ദിവസം മുമ്പാണ് കേട്ടത്. ഇന്നലെയാണ് അമിത്ഷാ പറയുന്നത്. ഇതിനിടയിൽ ഏത് മീറ്റിംഗ് ആണ് നടന്നത്? പറയേ, എനിക്ക് അറിയാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നികേഷ്, BJPക്ക് തീരുമാനമെടുക്കാനുള്ള സംവിധാനമുണ്ട്. പാർലമെന്റ് ബോർഡ് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് ആലോചിച്ചിട്ടുണ്ടാവും, തീരുമാനം എടുത്തിട്ടുണ്ടാവും. അതിപ്പോൾ കേജ്രിവാൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ നരേന്ദ്രമോദിയെ 5 വർഷം തുടരുന്നല്ല, അതിന് മുമ്പ് തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് യോഗം ചേർന്നായി 2024 നരേന്ദ്രമോദി പാർട്ടിയെ നയിക്കും എന്ന് പറയുമ്പോ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ നികേഷേ. ഇങ്ങനെ എരിപരി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഇതിനകത്ത് ഈ ചർച്ച എവിടെ എത്താൻ പോകുന്നേ? ഇങ്ങനെ എരിപരി കൊണ്ട നിങ്ങൾക്ക് ഇത്ര അസ്വാസ്ഥ്യം നിങ്ങളൊക്കെ ഒരു മാധ്യമം, നിങ്ങൾക്ക് അല്ല നികേഷ്, നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകുമായിരിക്കും, പക്ഷെ നിങ്ങൾ ഇവിടെ ആങ്കർ ചെയ്യുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. 2024 നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ അടുത്ത 5 വർഷം അദ്ദേഹം ആയിരിക്കും പ്രധാനമന്ത്രി എന്ന്. അതിന് ശേഷമുള്ള കാര്യം അപ്പം ആലോചിക്കാം. അതിനെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാവേണ്ട കാര്യമില്ല. അത് തീരുമാനിക്കേണ്ട കേജ്രിവാളല്ല. കേജ്രിവാളിൻ്റെ കൂടെ പാർട്ടിയിൽ വന്ന പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെ എത്ര പേര് ഇന്ന് തെരുവിൽ നടക്കുന്നത് ആ പാർട്ടിയിലുണ്ടോ? എത്ര പേരെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്? എത്ര പേരെ അപമാനിച്ച് അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്? ഒരു സെക്കൻഡ് ഒന്ന് മനസ്സിലൊന്ന് LK അദ്വാനിയെ കുറിച്ച് ഓർത്തെ, എന്നിട്ട് അതിന് മറുപടി പറഞ്ഞ്. LK അദ്വാനിയെ പോലൊരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് KVSനെ പോലുള്ള ആളുകൾക്ക് സഹിക്കുന്നത് ആരെയാണോ? അല്ല നികേഷ്, ഒരു കാര്യം മനസ്സിലാക്കണം നികേഷ്. അഡ്വാനിയോട് BJP കാണിച്ചത് തെറ്റാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ. 2004-ലും 2009-ലും
അഡ്വാനി ആയിരുന്നില്ലേ ബി ജെ പിയുടെ 2004-ലും 2009-ലും ആണ്. പക്ഷെ 2014 പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തി കാണിച്ചില്ലെങ്കിൽ തന്നെ രാഷ്ട്രപതി ഭവൻ അവിടെ ഒഴിഞ്ഞിടക്കുന്നുണ്ടായിരുന്നല്ലോ. അവിടെ അദ്വാനി ഒഴിവാക്കാൻ വേണ്ടിയിട്ടില്ലേ രാംനാഥ് കോവിന്ദിനെയും ഇപ്പൊ മുർമുവിനെ ഒക്കെ കൊണ്ടുവന്നത്? KVS അറിയുന്ന കാര്യമല്ലേ ഇതൊക്കെ? അതൊക്കെ നികേഷിന്റെ വേർഷൻ. 2004-ലും 2009-ലും അഡ്വാനിജി ഞങ്ങളുടെ നേതാവായിരുന്നു. അദ്ദേഹമാണ് പാർട്ടിയെ നയിച്ചത് തെരഞ്ഞെടുപ്പിൽ. 2009-ലും തോറ്റു. 2014 ഒരു പുതിയ ലീഡർഷിപ്പ് വേണമെന്ന് പാർട്ടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാൻ നെഹ്റുവിന്റെ കുടുംബം പോലെയല്ല ഇത്. അല്ലെന്ന്. പക്ഷെ എന്തുകൊണ്ട് 75 വയസ്സ് മാനദണ്ഡം വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ പാർട്ടി തലത്തിൽ നിന്ന് ഒഴിവാക്കി? മാർഗനിർദ്ദേശ മണ്ഡലം എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടാക്കി അത് യോഗം ചേരാതെ കുടിയിരുത്തി. പിന്നെ എന്തുകൊണ്ട് പാർലമെന്റിൽ മത്സരിക്കാൻ അനുവദിച്ചില്ല? എന്തുകൊണ്ട് രാഷ്ട്രപതി ഭവൻ നൽകിയില്ല? അതൊന്നും നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയല്ല. ഞങ്ങൾ തീരുമാനമെടുത്തു. ഞങ്ങളുടെ തീരുമാനം അനുസരിച്ച് അദ്ദേഹത്തിന് ഒരു പരമോന്നതമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ഞങ്ങൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിനും ബോധ്യമുണ്ട്, മുരളി മനോഹർ ജോഷിക്കും ബോധ്യമുണ്ട്. ആയിക്കോട്ടെ, നിങ്ങൾ ഇനി ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്വാനിക്ക് അറിയാം. അത് അഡ്വാനിക്ക് അറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് നമ്മളെല്ലാം അറിയേണ്ട കാര്യമല്ലേ? അദ്വാനിയും മോദിയും മാത്രം അറിഞ്ഞാൽ മതിയോ? ഈ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന പദവിയിൽ അദ്ദേഹം ഉണ്ട്, അഡ്വാനി ഉണ്ട്. ഏതാണ് മാർഗനിർദ്ദേശ മണ്ഡലം? അറിയേണ്ട കാര്യങ്ങൾ, അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തെ മാർഗനിർദ്ദേശ മണ്ഡലം തന്നെ. 10 വർഷം മുമ്പുണ്ടാക്കിയ കമ്മിറ്റിയാണ്. 10 വർഷം മുമ്പുണ്ടാക്കിയ കമ്മിറ്റി യോഗം ഒരു തവണ യോഗം ചേർന്ന ഡേറ്റ് KVS ഇപ്പൊ പറയും. എല്ലാ യോഗ അല്ല, ഇത് കൺസൾട്ടേഷൻ ഉണ്ട്. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത തർക്കത്തിന് പോകുന്നേ? നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ ബി ജെ പി വിരുദ്ധ നറേറ്റീവ് ഉണ്ടാക്കാൻ, ഇന്ന് പൂർത്തിയാക്കട്ടെ ഞാൻ, BJP വിരുദ്ധ നറേറ്റീവ് ഉണ്ടാക്കാൻ നിങ്ങൾ കുറെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ജൂൺ 4-ാം തീയതി നമുക്ക് കാണണം ഇവിടെ ഈ നറേറ്റീവ് ഉണ്ടാക്കിയതിന് ശേഷം. ശരി, ശ്രീ KP നൗഷാദ് അലി, നമുക്ക് ഇവിടെ നേരത്തെ ശ്രീ KVS ഹരിദാസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇപ്പോഴും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന് പ്രമുഖ സിഫോളജിസ്റ്റുകൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം കോട്ട് ചെയ്തത് ആക്സസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്തയാണ്. കഴിഞ്ഞ ദിവസം രാജ്ദീപ് സർദേശായുടെ പരിപാടിയിൽ അങ്ങനെ പറഞ്ഞു എന്നാണ്. ഞാൻ കണ്ടിട്ടില്ല KVS പറയുന്നത്. നമുക്ക് അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സാധാരണഗതിയിൽ മതം രാഷ്ട്രീയത്തിൽ കലർത്താൻ പാടില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ആ നിലയിൽ കലർത്തി എന്നറിഞ്ഞാൽ നമ്മുടെ ഇലക്ഷൻ പോലും റദ്ദ് ചെയ്യാനുള്ള അധികാരം ഇവിടുത്തെ ഭരണഘടനാ അധികാരമുള്ള കോടതികൾക്കുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതിക്ക് പല ഇലക്ഷനും ആ നിലയിൽ റദ്ദ് ചെയ്തിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഒരു പാർട്ടി, ഹിന്ദു പാർട്ടി, വാരണസി എന്ന് പറയുന്ന മണ്ഡലം അതിൻ്റെ പ്രധാന നേതാവ് തിരഞ്ഞെടുക്കുന്നു. പറയുന്നത് മുഴുവൻ മുസ്ലിം വിരോധം അല്ലെങ്കിൽ ഒരു ഹിന്ദു പൊളിറ്റിക്സ്. നോക്കൂ, അവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം മാറിയിരിക്കുന്നത്. ശ്രീ നൗഷാദ് അലി, ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്നത് ഒരു ന്യൂ നോർമലാണ്. അതേസമയം നിങ്ങൾ ഒരു ന്യൂനപക്ഷ മതവിഭാഗത്തിൽ നിന്നുകൊണ്ടാണ് എതിരായി ഹിന്ദുക്കൾക്കെതിരെ പറയുന്നതെങ്കിൽ അത് അപലപിക്കപ്പെടുകയും അത് വലിയ നിലയിൽ ശിക്ഷാർഹമായ കാര്യമായി. ഈ രാഷ്ട്രീയ സാഹചര്യം 2019 2014 2024 ഉണ്ട് എന്നാണ് പറയുന്നത്. നികേഷ്, നമ്മുടെ ഈ നരേന്ദ്രമോദി ഇപ്പോൾ അദ്ദേഹം 1ാം ഫേസ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നിരന്തരമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പൊതുപരിപാടികളിലും അദ്ദേഹം കൃത്യമായിട്ട് വർഗീയത മാത്രമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വർഗീയത പറയാത്ത ഒരു യോഗം പോലും ഇല്ല. പക്ഷേ ആ വർഗീയത, അദ്ദേഹത്തിൻ്റെ നരേറ്റീവ് പഴയതുപോലെ രാജ്യം ചർച്ച ചെയ്യുന്നില്ല, അത് ഏറ്റുപിടിക്കാൻ ആരും വരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം ഒരു വർഗീയത പറഞ്ഞിട്ട് അത് ഏൽക്കാത്തതുകൊണ്ട് അടുത്തത് പറയുമ്പോൾ പിന്നെ അടുത്തത് പറയുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞതും പിന്നെ പറഞ്ഞതൊക്കെ എന്താണെന്ന് പോലും അറിയാത്തൊരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ട്. അത് ഞാൻ വളരെ ശുഭോദർക്കമായിട്ട് കാണുന്നു. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നരേന്ദ്രമോദിയെ ആരും നേരിട്ട് ആക്രമിക്കുന്നില്ലല്ലോ എന്ന്. ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം കൂടിയാവണം. നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ
അണിയിൽ നിന്ന് പരമാവധി ഒറ്റപ്പെടുത്തുകയും അദ്ദേഹത്തോട് ഉള്ള വൈരവും വെറുപ്പും ഒക്കെ പിന്നെ ഊതിപ്പെരുപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു രാഷ്ട്രീയമായിരിക്കാം ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ അവലംബിക്കുകയും അനുവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ നേരത്തെ അദ്വാനിയുടെയും ജോഷിയുടെയൊക്കെ കാര്യം പറഞ്ഞു. അതുമാത്രമല്ല, വളരെ സജീവമായ ഒരുപാട് നേതാക്കളെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതിൻ്റെ തിക്തഫലങ്ങൾ BJP തെരഞ്ഞെടുപ്പിൽ അനുഭവിക്കും. അത് ഒന്നാമതായിട്ട് പിന്നെ രാജസ്ഥാനിൽ നിന്നാണ്. അവിടെ വസുന്ധര രാജ സിന്ധ്യയെ ഇവർ അപ്രസക്തമാക്കി. അതുപോലെ തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ ഇവരെ മധ്യപ്രദേശിൽ നിന്ന് അപ്രസക്തനാക്കി. മനോഹർലാൽ ഖട്ടറിനെ ഹരിയാനയിൽ നിന്ന് പിഴുതെറിഞ്ഞു. രമൺ സിംഗിനെ ഛത്തീസ്ഗഡിൽ നിന്ന് പിഴുതെറിഞ്ഞു. ഈ കർണാടകയിൽ നിന്ന് ആദ്യം അവർ യെദ്യൂരപ്പയ്ക്കെതിരെ ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിച്ചു, കൈപൊള്ളി. അപ്പോൾ യെദ്യൂരപ്പയെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരു കൂട്ടം വലിയ വിഭാഗം സീനിയർ നേതാക്കൾ അവിടെ വിഘടിച്ച് നിൽക്കുകയാണ്. അവരുടെ മുൻ സംസ്ഥാന പ്രസിഡന്റൊക്കെ റിബലായിട്ട് മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. മുൻ മുഖ്യമന്ത്രിയൊക്കെ പരസ്യമായിട്ട് ഇടഞ്ഞ് ഇപ്പോഴും അനുനയിക്കപ്പെടാതെ കിടക്കുന്നു. അതാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം. അവിടെ കോൺഗ്രസ് 2 അക്കം തികക്കും എന്ന് പറയാത്തൊരു BJP നേതാവ് പോലും ഇല്ല. നിങ്ങൾ പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ട് നോക്കിയാൽ മതി. ഇത്തരത്തിൽ വളരെ കൃത്യമായൊരു രാഷ്ട്രീയം ഈ രാജ്യത്ത് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അത് BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ 4 വരെ അവർ നിഷേധിച്ചുകൊണ്ടേയിരിക്കും. KVS ഹരിദാസൊക്കെ ഒരു അന്ധവിധേയത്വത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മൂഢവിശ്വാസത്തിൽ നിന്നോ ഒക്കെ ഉറപ്പായിട്ട് ജയിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറേ കാലമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ പത്തായമ്പറും ചക്കി കുത്തും അമ്മ വെക്കും ഞങ്ങളൊക്കെ ഉണ്ണും എന്ന ആ ഒരു ചിന്ത 10 വർഷമായിട്ട് അവരിൽ പ്രബലമാണ്, രൂഢമൂലമാണ്. അത് അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് അതിന് മറ്റൊരു യുക്തികളൊന്നുമില്ല. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി തരംഗമില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ്. നിങ്ങളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ രാജ്യത്ത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ നിങ്ങൾ മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കൂ. BJP പിറകിലോട്ട് പോകുന്നു എന്ന ആഖ്യാനത്തിനും എന്ന പിന്നെ വിശദീകരണങ്ങൾക്കും യുക്തികൾക്കുമാണ് വലിയ മേൽക്കൈയുള്ളത്. ഒരു 70% ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റോ അല്ലെങ്കിൽ സത്താ മാർക്കറ്റോ ഒക്കെ തന്നെയും ആ നിലയിൽ പ്രവചിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഇന്നലെ അമിത്ഷാ രംഗത്തെത്തി 400+ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞത്. സ്റ്റോക്ക് മാർക്കറ്റ് 1.5 ഇടിഞ്ഞതിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന് റീകൂപ്പ് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട്. സത്താ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബെറ്റിംഗ് ആണ്, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം. ആ ബെറ്റിങ്ങിലാണെങ്കിൽ പോലും എൻ്റെ പൈസ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിൽ കൃത്യമായ നിരീക്ഷണം വെച്ചുകൊണ്ടായിരിക്കുമല്ലോ എൻ്റെ പണം അതിനകത്തേക്ക് എറിയുക. ആ നിലയിൽ നോക്കിയാൽ കേവല ഭൂരിപക്ഷത്തിനോട് NDA അടുത്ത് നിൽക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അതും 3ാം ഘട്ടത്തിന് ശേഷം നമുക്ക് ആ സത്താ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അറിയില്ല. നോക്കൂ, ഇവിടെ ഇനി അഥവാ ഇന്ത്യ ബ്ലോക്ക് വന്നാൽ തന്നെ നോക്കൂ, കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിൻ്റെ 10 അജണ്ടകൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഈ 10 നടപ്പാക്കുമെന്ന്. മമതാ ബാനർജിയുടേതായിട്ടുള്ള പ്ലാൻ പറയുന്നു. ഇടതുപക്ഷത്തിനും സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിൻ്റെതായിട്ടുണ്ട്. അങ്ങനെ ഒരു സർക്കാരുണ്ടോ ശ്രീ അനിൽകുമാർ? ഒരു ബ്ലോക്കായിട്ടൊക്കെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, അതിനകത്ത് തന്നെ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ തന്നെയും. പക്ഷേ നോക്കൂ, ഓരോരുത്തർക്കും ഓരോ അജണ്ടയാണ്. പഴയ പോലെയല്ല ആ UPA കാലോ അല്ലെങ്കിൽ അതിനു മുമ്പുണ്ടായിട്ടുള്ള ഐക്യമുന്നണി കാലോ അല്ല ഇത്. അല്ല, സുപ്രീം കോടതി എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ രംഗത്തേക്ക് കേജ്രിവാളിനെ തുറന്നു വിട്ടത്? ഭരണഘടന അട്ടിമറിക്കപ്പെട്ടാൽ സുപ്രീം കോടതി ഇല്ല. ഇലക്ഷൻ കമ്മീഷനിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനമെടുക്കുന്ന ഒരാളായി വന്നപ്പോൾ അതിനെ അട്ടിമറിച്ചോടുകൂടി സുപ്രീം കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി. നാളെ കോടതിക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? പാകിസ്ഥാനിലെ ജഡ്ജിമാർ ജയിലിൽ കിടന്നൊരവസ്ഥയുണ്ട്. അത്തരമൊരവസ്ഥ മുന്നിൽ കണ്ടിട്ടാണ് സുപ്രീം കോടതി കർശനമായി ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്നു, ജാമ്യാപേക്ഷ ഇല്ലെങ്കിലും നിങ്ങൾ ഞങ്ങൾക്കായി സംസാരിക്കാൻ, ഭരണഘടനയ്ക്ക് വേണ്ടി സംസാരിക്കാൻ പുറത്തേക്ക് തുറന്നു വിട്ടിരിക്കുന്നത്. അതുണ്ടാക്കുന്ന പൗരമണ്ഡലത്തിലുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട KVS പറയുമ്പോൾ അധീർ രഞ്ജൻ ചൗധരി എന്തോ പറഞ്ഞു. ഞാൻ കൃത്യമായി ചോദിക്കുന്നു, അദാനിക്ക് വേണ്ടി ഒരു പാർലമെന്റ് സെഷൻ നിങ്ങൾ എടുത്തു കളഞ്ഞില്ലേ, നശിപ്പിച്ചില്ലേ? അദാനിൻ്റെ ഒരു വാക്ക് ഇന്ത്യൻ പാർലമെന്റ് പറയാൻ സമ്മതിച്ചില്ലല്ലോ ഈ അധീർ രഞ്ജൻ ചൗധരിയെ കൊണ്ട്. അദാനിയെക്കുറിച്ച് പാർലമെന്റ് മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി ആ പാർലമെന്റ് സമ്മേളനം അബോർട്ട് ചെയ്തു. അതേ ആളുകൾ അധീർ രഞ്ജൻ ചൗധരി പുറത്തെ കണ്ട് പറഞ്ഞ ഉടനെ ഞങ്ങൾ അദാനിയെയും അംബാനിയെ തള്ളി പറഞ്ഞിട്ട് കോൺഗ്രസിന് ഒരു ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനമന്ത്രിയെ പറയുന്നത്. അപ്പോൾ സോഴ്സ് എന്താണ്? എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പണം കൊടുത്തു എന്ന് പറയുന്നത്? ഇതിനർത്ഥം കൂറുമാറ്റം, ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കൂറുമാറ്റം നിങ്ങൾ തിരിച്ചറിഞ്ഞു. അത് നിങ്ങളുടെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫോറിൻ ക്യാപിറ്റൽ. നരേന്ദ്രമോദി അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തിക്കൊണ്ടുവന്ന ഫോറിൻ ക്യാപിറ്റൽ, ആ വിദേശ മൂലധനം ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു. കഴിഞ്ഞ 3 ആഴ്ചയായി സംഭവിക്കുന്ന പ്രവണതയാണ്.
ഈ ഓഹരി വിപണി ഇടിയുന്ന പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവണതയാണ്. ഇത് സംഭവിക്കുന്ന കാര്യം എന്താണ്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കി ഊതിപ്പിരിപ്പിച്ച ഒരു സമ്പദ് വ്യവസ്ഥയുണ്ട്. ആ സമ്പദ് വ്യവസ്ഥയല്ല നാളെ നയിക്കുന്നവർ കൊണ്ടുപോകാൻ പോകുന്നതെന്ന ബോധ്യത്തിലാണ്, കർഷകന്റെ ഒരു ഭാരതത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന ബോധ്യത്തിലാണ് ഈ ഫോറിൻ ക്യാപിറ്റൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ കൃത്യമായിട്ട് ഇപ്പോഴും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നരേന്ദ്രമോദി ഉത്തരം പറയാത്തത്. നിങ്ങൾ അഗ്നിവീർ പദ്ധതി എന്ന് പറയുന്ന ചെറുപ്പക്കാർ നിങ്ങളെ സ്വീകരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കർഷക സമരത്തിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് BJPക്ക് കയറാൻ പറ്റാത്ത ഗ്രാമങ്ങളുണ്ടോ? ഉണ്ടെന്ന് ഞാൻ പറയും. BJPയെ ഹരിയാനയിലെ പഞ്ചാബിലെ കുറെ സ്ഥലങ്ങളിൽ നിരോധിച്ചിരിക്കുകയാണ്. അപ്പം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പിടിയിലും ഇന്ത്യ നിൽക്കുന്നില്ല. ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യം ഒരു പിടിയിലും ഒരു രാഷ്ട്രീയത്തിന്റെ പിടിയിലും നിർത്താനാവാത്ത വിധമുള്ള വൈവിധ്യ സമ്പന്നമാണ്. ആ വൈവിധ്യ സമ്പന്നമായ ഇന്ത്യയുടെ വൈവിധ്യത്തെയാണ് ഇന്ന് ഓരോ പ്രദേശത്തും യുദ്ധമുന്നണികളായി ഈ കേന്ദ്രത്തിലെ BJP സർക്കാരിനെ പുറത്താക്കാനുള്ളൊരു ആവേശം. അനിൽകുമാർ പറഞ്ഞതുപോലെ നോക്കൂ, കോർപ്പറേറ്റുകൾ കൂറുമാറുന്നു എന്നുള്ള അവസ്ഥ, സത്താ മാർക്കറ്റ് എന്ന് പറയുന്ന വിഷയം, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടിവ്, ഇതൊക്കെ തന്നെയും ആത്യന്തികമായ ചില ട്രെൻഡുകളായിട്ട് കാണാം. നോക്കൂ, ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ, സാധാരണഗതിയിൽ BJPയുടെ ഒരു ഇടിവൊന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു പത്ര, ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റോറിയൽ എന്താണെന്നറിയാമോ KVS? ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ഉണ്ടാകുമെന്നാണ്, BJPക്ക് പകുതിയോളം സീറ്റ് നഷ്ടപ്പെടുമെന്നാണ്. അല്ലല്ല നികേഷേ, ഇതിലിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ BJPയിലെ നേതാക്കന്മാരെ സൈഡ് ലൈൻ ചെയ്തു, BJP ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നു. എൻ്റെ അനിൽകുമാറെ, ഞങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ 2014 മുതൽ ഞങ്ങൾക്ക് അതിനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 2019 ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ടാവും സമയത്തൊക്കെ. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടൊന്നുമല്ല പലതും ചെയ്തിട്ടുള്ളത്. അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള ഭൂരിപക്ഷവും ഞങ്ങൾക്കുണ്ടായിരുന്നു. ചെയ്തതുപോലെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. രാജ്യസഭ ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല. ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. രാജ്യസഭയിൽ ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല. ഭരണഘടനാ ഭേദഗതിക്ക് രാജ്യസഭയിൽ ഇപ്പോഴും ഭൂരിപക്ഷം ഇല്ല. രാജ്യസഭയില് അല്ലല്ല രാജ്യസഭയില് ഞങ്ങള് ബില്ലുകൾ പാസ്സാക്കിച്ചിട്ടുണ്ട്, വോട്ടിനിട്ട് പാസ്സാക്കിയിട്ടുണ്ട്. പിന്തുണയ്ക്കാൻ ആളുകളുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് 2014 2019 ഞങ്ങൾക്ക് വേണമെങ്കിൽ ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 3/2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാണ്. അവിടെയാണ് അനിൽകുമാർ ചേർത്തത് നിങ്ങൾക്ക് കേവല ഭൂരിപക്ഷം പോലും രാജ്യസഭയിൽ ഇപ്പോഴും ഇല്ല എന്ന്. അല്ലേ, ഞങ്ങളെ പിന്തുണയ്ക്കാൻ ആളുണ്ടായിരുന്നു നികേഷേ. ഞങ്ങൾ എത്ര ബില്ലുകൾ പാസ്സാക്കി, BJD ഉൾപ്പെടെ എത്ര പാർട്ടികൾ ഞങ്ങളെ നിലപാടിനൊപ്പം നിന്നില്ലേ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും? അന്നൊന്നും ഞങ്ങൾക്ക് അവിടെ പാസ്സാക്കി എടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. 370ന്റെ കാര്യത്തിൽ പോലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഭരണഘടന അട്ടിമറിക്കാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 14 കഴിയുമായിരുന്നു, 19 കഴിയുമായിരുന്നു. അത്തരം പേപ്പിരാട്ടി കാട്ടി ജനങ്ങളെ ഭീഷണിപ്പെടുത്താമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. ജനങ്ങൾ നിങ്ങളെക്കാൾ ബോധവാന്മാരാണ്, ഒരു സംശയം ഉണ്ടാക്കാൻ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം KVS. ഈ ചർച്ചയിൽ നമ്മളെക്കാളും ഒക്കെ നല്ല ബോധവാന്മാരാണ്. കാരണം അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധിയെ വീട്ടിലിരുത്തിയ ജനതയാണ് ഈ ജനത. നമ്മളൊക്കെ മലയാളികൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് കരുതിയിരിക്കുമ്പോൾ കേരളം 20 സീറ്റ് കൊടുത്ത ഇപ്പോൾ ഉത്തർപ്രദേശ് അടക്കമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഇന്ദിരാഗാന്ധിയെ വീട്ടിലിരുത്തിയതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോടുകൂടി നോക്കാവുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ജൂൺ 4 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തുറക്കുമ്പോൾ ഹാട്രിക് ഉണ്ടോ മോദിക്ക് എന്നറിയാൻ സാധിക്കും. നന്ദി സഹകരിച്ചതിന് KVS, KP നൗഷാദ് അലി, അഡ്വക്കേറ്റ് K അനിൽകുമാർ. Debate with MV Nikesh Kumar.